ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങളാണ്. മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹത്തെക്കുറിച്ച് ഗ്രീക്ക് ഭാഷയിലെ 3 വാക്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഈറോസ്, അത് കാമം, ശാരീരികമായിട്ടുള്ള തൃഷ്ണയോടുകൂടിയുള്ള സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഫീലോസ്, അത് വ്യക്തിയെയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു പഠനശാഖയെയോ ഒക്കെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത്. മൂന്നാമതായിട്ട് അഗാപ്പെ, അത് സ്നേഹം, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന സ്നേഹം. ദൈവത്തിൻ്റെ കുറിച്ച് ഈശോ പറയുന്നത് അതാണ്. അതായത് ശത്രുക്കളുടെ മേലും എല്ലാവരുടെയും മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന സ്നേഹം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ സ്നേഹത്തെക്കുറിച്ചാണ്. അതായത് അഗാപ്പെ, നമ്മെ മറന്നുകൊണ്ട് ശത്രുക്കളോട് പോലും സ്നേഹത്തോടെ പെരുമാറാനുള്ള ആഗ്രഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ലേഖനത്തിലെ കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലെ പൗലോസ്ലീഹ പറയുന്നു, എല്ലാവർക്കും എല്ലാമായിത്തീരുന്ന പൗലോസ്ലീഹ. അവിടെ വിവിധ വ്യക്തികൾ ഉണ്ട്. ആ വ്യക്തികളുടെ അവരിൽ ഒരുവനായിട്ട് തീരുന്ന പൗലോസ്ലീഹയുടെ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടി ചെറുതാകാനും എളിമയോടുകൂടി വർത്തിക്കുവാനുമുള്ള പൗലോസ്ലീഹയുടെ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ്. എല്ലാവരെയും സ്നേഹിക്കാനും വിശുദ്ധ പൗലോസ്ലീഹയെ പോലെ സ്വയം മറന്ന് മറ്റുള്ളവരോട് ചേർന്ന് സുവിശേഷത്തിന് ഭാഗമാകുവാനും സാക്ഷ്യം നൽകുവാനും നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ പറയുന്നുണ്ട്, നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരാകണം, നന്മ പ്രവർത്തിക്കാൻ പരിശീലിക്കണം. ആത്യന്തികമായി ഈശോ പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. സമരിയാക്കാരൻ്റെ ഉപമ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അതിലെ വഴിയിൽ കിടക്കുന്ന ബുദ്ധിമുട്ടനുഭവപ്പെടുന്ന വ്യക്തി, സഹായം ആവശ്യപ്പെടുന്ന വ്യക്തി നമ്മുടെ മുമ്പിൽ കാരുണ്യത്തിൻ്റെ പ്രതീകമാണ്. കാരുണ്യം നൽകാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം സ്നേഹമായി അഗാപ്പയായി നൽകാനായിട്ട് ഈ സുവിശേഷം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.